നിന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. ഞാൻ ചിത്രേച്ചിയെ അകത്തെല്ലാം നോക്കുമായിരുന്നു. ഇവിടെ ഇരിക്കുമായിരുന്നു രണ്ടുപേരും. നമുക്ക് സുധിയേട്ടനെ കൊണ്ടുപോകണ്ടേ? ദേ അവിടെ കിടന്ന് പൊടിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ. പറയുന്നതിനൊപ്പം ചിരി അടക്കി വായിൽ കൈവച്ചവൾ, നീ എന്താടി ചിരിക്കുന്നേ? എന്തു പറ്റി? കിച്ചൻ അടുത്തു വന്ന് പിടിച്ചതും അവൾ ആ നെഞ്ചിൽ പതിയൊന്ന് കുത്തി. ഹോസ്പിറ്റലിൽ പോയി കാണാനേ. ഡോക്ടറെ അല്ല തിടുക്കം കൂട്ടുന്നത്. വലത്തെ കൈ അനങ്ങിയത് സരച്ചയെ കാണിക്കാനുള്ള തിടുക്കാ. പിന്നെ കുഞ്ഞിനെ കാണാനുള്ള ആകാംക്ഷയും. ലച്ചു ചെറു നാണത്തോടെ പറഞ്ഞതും കിച്ചൻ്റെ ചുണ്ടിൽ ചിരിവിടർന്നു. ഷെടാ, അപ്പോൾ റൊമാൻറ്റിക് മൂഡിലാ കക്ഷി. ചിത്രേച്ചി, ചെറുക്കനെ വിളിച്ചു പറ പെട്ടെന്ന് വരാൻ. കിച്ചൻ പറഞ്ഞതും ലച്ചു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അയ്യോ, അമ്പാടി എവിടെ പോയി? അവൻ മാക്രൂവിനെ കൊണ്ട് പോയതാ പിള്ളേരെ വിളിച്ചോണ്ട് വരാൻ. മാർക്കോ? കിച്ചൻ പറഞ്ഞതും ലച്ചു കടുപ്പത്തെ തിരുത്തി കൊടുത്തു. അവൾ കേൾക്കണ്ട നീ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. വാലച്ചു, അവൻ വരുമ്പോഴേക്കും നമുക്ക് സുധിയുടെ മെഷീൻസൊക്കെ വണ്ടി സെറ്റ് ചെയ്യാം. ഇപ്പം ആവശ്യമില്ലെങ്കിലും വഴിക്ക് വെച്ച് എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടായാലോ? ശരീരത്തിന് പെട്ടെന്നൊന്ന് മാറ്റമല്ലേ, അപ്പം എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചെന്നിരിക്കും. ശരിയാ ചിത്രേച്ചി പറഞ്ഞത്. ആയ കാലത്ത് നേഴ്സിങ്ങിന് പോയതിൻ്റെ ഗുണമുണ്ട്. കിച്ചൻ ചിരിയോടെ തലകുലുക്കി. ആ, അതൊക്കെ ഒരു കെട്ടിവിടെ വന്നപ്പോൾ ഞാൻ നിൻ്റെ സതീഷേട്ടനോട് ചോദിച്ചതാ, ആ അയ്യര് ഡോക്ടറോട് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ ഒരു ജോലി വാങ്ങിത്തരാൻ. അങ്ങേർക്കതിനെവിടാ സമയം? വർഷാവർഷം പിള്ളേരെ ഉണ്ടാക്കാനാ ധൃതി. അത് കഴിഞ്ഞ് ഞാൻ എവിടെ പ്രാക്ടീസിന് പോകാനാ? അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് തന്നെ തുടങ്ങിയനെ. കിച്ചൻ ചുണ്ടുപുളുത്തിയതും അവനെ മെല്ലിയൊന്ന് അടിച്ചു ചിത്ര. പോയിർക്കാം. ചെറുനാണത്തോടെ ചിത്ര അകത്തേക്ക് പോകുമ്പോൾ അവൾക്ക് പുറകെ പോകാനൊരുങ്ങിയ ലച്ചുവിൻ്റെ ഇടുപ്പിൽ കൈ ചേർത്ത് അവൻ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. എന്താ ഇത്? മുൻപോട്ടായാൻ പോയവളെ വീണ്ടും ഒന്നുകൂടി മുറുക്കെ പിടിച്ചവൻ. എല്ലാവരും റൊമാൻറ്റിക് മൂഡിലാ, അപ്പോൾ നമുക്കും ഒന്ന് റൊമാൻറ്റിക് ആവണ്ടേ പെണ്ണെ? പതുക്കെ ആരും കാണാത്ത മറയുള്ള ചുവരിലേക്ക് അവളെ ചേർക്കുമ്പോൾ ആ നെഞ്ചിൽ ആഞ്ഞു പിച്ചിൽ വെച്ചു. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയ സമയം. അതെന്താടി ഇപ്പം പ്രേമിച്ചാൽ? പതുക്കെ അവളുടെ ഇടുപ്പിൽ കൈയമർത്തുമ്പോൾ ചെവിയോരം ചേർന്നു അവൻ്റെ നിശ്വാസം. ചെറു കാറ്റിലിളകുന്ന കമ്മൽ കൂട്ടിപ്പിടിച്ച് പല്ലമർത്തുമ്പോൾ നേർത്ത കുറുകിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നവൾ. വേണ്ട കിച്ചേട്ടാ, ഞാൻ പോവാ, കൊഞ്ചലോടെ പറയുന്നവളുടെ കണ്ണിലേക്ക് നോക്കിയവൻ. നമുക്കും വേണ്ടേ വർഷാവർഷം ഓരോ സമ്മാനം? ആ സതീഷേട്ടനെ പൊട്ടിക്കുമെന്ന് പന്തയം വെച്ചിരിക്കുവാ ഞാൻ. അയ്യേ, നാണമില്ലേ മനുഷ്യ? അവിടുന്ന്. കുഞ്ഞി പിള്ളേരെ പോലെ കൊഞ്ചുന്നവളുടെ ഇടുപ്പിൽ കൂടി വിരലുകൾ അവളുടെ ഉദരത്തിലേക്ക് ചെന്നതും കണ്ണുകൾ ഇറുക്കി അടച്ചവൾ. ലച്ചു. അകത്തുനിന്നും ചിത്രയുടെ ശബ്ദം പുറത്തേക്ക് വന്നതും പൊടുന്നനെ കണ്ണുകൾ തുറന്നു. ആ നിമിഷം കിച്ചൻ്റെ കൈ പാതിയിൽ നിന്നു പോയിരുന്നു. ആ ചിത്രേച്ചി. ഉറക്കെ അവൾ വിളി കേട്ടതുപോലെ പെരുവിരലെ കൊത്തുമ്പോഴും അവളിലെ പിടി വിട്ടില്ല കിച്ചൻ. നീയൊന്നിങ്ങി വന്നേ, ഈ ബെഡ്ഷീറ്റൊക്കെ വേണ്ടതാണോ നോക്ക്. ഉറക്കെ അവൾ ചോദിക്കുമ്പോൾ കിച്ചനെ തള്ളി മാറ്റിയിരുന്നു ലച്ചു. ആ, വരുന്നു ചിത്രേച്ചി. പറയുന്നതിനൊപ്പം കിച്ചനെ കളിയാക്കിക്കൊണ്ട് അവൾ ഓടുമ്പോൾ ഫിത്തിയിലേക്ക് ആയത്തിലിടിച്ചവൻ. നശിപ്പിച്ച് തള്ളാം. ഇവർക്ക് മാത്രം മതിയോ 3 പിള്ളേര്? എനിക്കും വേണ്ടേ? അതെങ്ങനാ? വല്ലതും നടന്നാലല്ലേ പിള്ളേരും പിടക്കോഴിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഒരു ഉമ്മ കൊടുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാ കിച്ചൻ ചുണ്ട് കോട്ടുമ്പോൾ സിറ്റ് ഔട്ടിൽ ചെന്ന് തല പുറത്തേക്കിട്ട് ലച്ചു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പോടി. പല്ല് കടിച്ചവൻ ആട്ടുമ്പോൾ ചിരിയോടെ അകത്തേക്ക് ഓടിയവൾ. കാറിലെ സ്റ്റീരിയോയിൽ നിന്നും പുറത്തേക്ക് വരുന്ന പാട്ടിനൊത്ത് തല മെല്ലെ ചെരിച്ച അമ്പാടി. എന്താ അമ്പാടി? പുരികം പതുക്കെ ഉയർത്തി പെണ്ണ്. ഒന്നുമില്ല, ഈ പാട്ട് കേട്ടോണ്ട് നിന്നെ കാണാൻ നല്ല ഭംഗി, അതുകൊണ്ട് നോക്കിയതാ. ചെറുക്കൻ ചാടിക്കേറി പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണിൽ നാണം വിടർന്നു. പതിയെ മുഖം തിരിച്ചവൾ. മാർക്കോ. സ്റ്റിയറിംഗ് വിട്ട് ഇടത്തെ കൈ അവളുടെ വലത്തെ കൈയിൽ പതിയെ പിടിക്കുമ്പോൾ
ആ കൈ പിൻവലിക്കാൻ ശ്രമിച്ചവൾ ആ നിമിഷം ഒന്നുകൂടി ആ വിരലുകളിൽ പിടിമുറുക്കി അമ്പാടി. നമ്മൾ ആദ്യമായിട്ടാ ഇങ്ങനെ പോകുന്നത് അല്ലേ? കുറച്ചു നേരം നമുക്ക് ആ പുഴയുടെ വക്കിൽ ഇരുന്നാലോ? അവൻ ചോദിച്ചതും കണ്ണ് തള്ളി അവൾ. അയ്യോ വേണ്ട അമ്പാടിയേട്ടാ, ആരെങ്കിലും കാണും, എനിക്ക് പേടിയാ. അവൾ ചുറ്റും ഒന്ന് നോക്കി. അയ്യേ, അതിന് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല കൊച്ചേ, നീ എന്നെ പേടിപ്പിച്ചാലും കേസാ. അവൻ പറഞ്ഞതും ചുണ്ട് കോട്ടി മുഖം തിരിച്ചു പെണ്ണ്. പോ അവിടുന്ന്, ഞാൻ മിണ്ടൂല. നീ മിണ്ടണ്ട, ഞാൻ മിണ്ടിക്കോളാം. പറഞ്ഞുകൊണ്ടവൻ വാച്ചിലേക്ക് നോക്കി. ട്യൂഷൻ വിടാൻ ഇനിയും 10 മിനിറ്റ് ബാക്കിയുണ്ട്. നമുക്കതുവരെ ഇതാ അവിടെ ഇരിക്കാം. പുഴയുടെ വക്കിൽ കാർ ഒതുക്കി പടവിലേക്ക് കണ്ണ് ചൂണ്ടിയവൻ. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല അമ്പാടിയേട്ടാ. എനിക്കൊത്തിരി ആഗ്രഹമുണ്ട് അവിടെ പോയി ഇരിക്കാൻ. ആവേശത്തോടെ അവൻ്റെ തോളി പിടിക്കുമ്പോൾ തല ചെരിച്ചു നോക്കിയവൻ. ഇതുവരെ പോയിട്ടില്ലേ അവിടെ? ആ നിമിഷം അവൻ്റെ മുഖത്ത് അത്ഭുതമായിരുന്നു. ഇല്ല, അച്ഛനും അമ്മയ്ക്കും പേടിയാ ഞാൻ കാല് വല്ലതും തെറ്റി വീഴൂന്ന്. പോണോ അവിടെ? അവൾ പറഞ്ഞതും പതുക്കെ ആ കയ്യിൽ അമർത്തി അവൻ. മെല്ലെ തലകുലുക്കി അവൾ കുറുമ്പോടെ നോക്കി. ഞാൻ വീണാൽ എന്നെ പിടിക്കുമോ? നീയൊന്ന് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല പെണ്ണേ. പിന്നല്ലേ വീണു പോകുന്ന കാര്യം. വാ ഇറങ്ങ്. പറഞ്ഞുകൊണ്ട് അമ്പാടി ഡോറ് തുറന്ന് അവൾക്കടുത്തേക്ക് ചെല്ലുമ്പോൾ പതിയെ ഊന്നുവടി കുത്തി പുറത്തിറങ്ങി പെണ്ണ്. ആ നിമിഷം അവൾക്ക് നേരെ നീട്ടിയ അവൻ്റെ വലത്തെ കൈയിലേക്ക് ഇടത്തെ കൈ ചേർത്ത് വെച്ചവൾ. പതുക്കെ ഇടത്തെ കൈയിൽ പിടിച്ച് പടവുകൾ മെല്ലെ ഇറക്കി താഴേക്ക് കൊണ്ടുവന്നവൻ. പതിയെ ഇവിടെ ഇരിക്ക്. ഒരു കല്ലിൽ സുരക്ഷിതമാക്കി അവളെ ഇരുത്തി. ഒപ്പം അവളുടെ അടുത്തായി ഇരിക്കുമ്പോൾ ആ മുഖത്തേക്ക് തന്നെ നോക്കി പെണ്ണ്. എന്താ നോക്കുന്നേ? കണ്ണൊന്ന് ചിമ്മി കുഞ്ഞിച്ചക്കൻ. എൻ്റെ കാല് ഒന്ന് നനയ്ക്കോ വെള്ളത്തിൽ? നേർത്ത ചിരിയോടെ അതിലേറെ ആകാംക്ഷയോടെ അവനെ നോക്കുമ്പോൾ മെല്ലെ തലകുലുക്കി 2 പടി താഴെ ഇറങ്ങിയവൻ കൈക്കുമ്പിൾ നിറയെ വെള്ളമെടുത്തു. നല്ല തണുപ്പുണ്ട്, മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ? പറഞ്ഞുകൊണ്ടവൻ കൈക്കുമ്പിളിലെ വെള്ളവുമായി മുകളിലേക്ക് വരുമ്പോൾ പട്ടുപാവാട അല്പം മുകളിലേക്ക് ഉയർത്തി പെണ്ണ്. ആ നിമിഷം അമ്പാടിയുടെ കണ്ണുകൾ ഒന്ന് വിറച്ചു. അവനിൽ നിന്നും നേരിയ ശ്വാസം പുറത്തേക്ക് വന്നു. സ്വർണ്ണ കൊലുസിട്ട് മനോഹരമായി നെയിൽ പോളിഷിട്ട ഇടത്തെ കാലിനൊപ്പം ചേർന്ന് നിൽക്കുന്ന അലങ്കാരങ്ങളൊന്നുമില്ലാത്ത വലത്തെ തടിക്കാൽ. അവൻ അറിയാതെ തന്നെ താഴേക്കിരുന്ന് കൈക്കുമ്പിളിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം അവളുടെ 2 പാദത്തിലേക്ക് ഒഴിക്കുമ്പോൾ അവൾ കാണാതെ 2 തുള്ളി കണ്ണുനീർ ആ തടിക്കാൽ പാദത്തിലേക്ക് ഊർന്നു വീണു. നല്ല തണുപ്പ്. കുളിരുകോരി കുഞ്ഞിപ്പെണ്ണ് ചുമൽ കൂച്ചുമ്പോൾ അമ്പാടി വലത്തെ കൈകൊണ്ട് ആ പാദത്തിൽ മുറുക്കെ പിടിച്ചു. ആ നിമിഷം അണപൊട്ടിയ കണ്ണുനീർ അവളിൽ നിന്നും മറച്ചു വയ്ക്കാനായില്ലവന്. അവൻ അറിയാതെ തന്നെ അത് നിലത്തേക്ക് പതിച്ചു. അമ്പാടിയേട്ടാ. ആ നിമിഷം കുഞ്ഞിപ്പെണ്ണിൻ്റെ കൈകൾ അവൻ്റെ ഇരുതോളിനെ പിടിമുറുക്കുമ്പോൾ പതുക്കെ തല ഉയർത്തി അവൻ. സോറി. ആ നിമിഷം അറിയാതെ തന്നെ കരഞ്ഞുപോയവൻ്റെ ദേഹത്തേക്ക് അവൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ചാഞ്ഞു പോയിരുന്നവൾ. എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇങ്ങനെ എൻ്റെ കാല് പോയോണ്ടല്ലേ എനിക്കെൻ്റെ അമ്പാടിയേട്ടനെ കിട്ടിയത്. എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമുള്ളൂ, വേദനകളൊന്നുമില്ല. അവനൊപ്പം മിഴിനീർ വാർക്കുന്ന പെണ്ണിൻ്റെ മുഖം കയ്യിലെടുത്തവൻ. ആ കണ്ണുകളിൽ പതുക്കെ ചുണ്ട് ചേർത്തവൻ. ഇനി ഒരിക്കലും കരയരുത്, ഞാനില്ലേ കൂടെ. മുഖമുയർത്തി അവളുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ മെല്ലെ ചിരിച്ചു പെണ്ണ്. അതിന് ഞാനല്ലല്ലോ കരഞ്ഞത്, അമ്പാടിയേട്ടനല്ലേ. എന്നിട്ട് എന്നെ കൂടെ കരയിച്ചതും ഏട്ടനല്ലേ? കുഞ്ഞിപ്പെണ്ണ് കുസൃതിയോടെ ചോദിക്കുമ്പോൾ പതുക്കെ അവളുടെ അടുത്തേക്കിരുന്നു. പോടി അവിടുന്ന്. അവളെ തോളിലേക്ക് ചേർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പുഴയുടെ അക്കരെയുള്ള കാട്ടിലേക്ക് നീണ്ടു. അവിടെയൊക്കെ ആന ഇറങ്ങും അമ്പാടിയേട്ടാ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൊടുങ്കാടല്ലേ, സത്യമംഗലം കാട് വരെ നീണ്ടു കിടക്കുന്ന കാടാ. അതിനുള്ളിലെ ആനയും കടുവയും പുലിയും ഒക്കെയുണ്ട്. പണ്ടൊക്കെ കടുവ അവിടെ വെള്ളം കുടിക്കാൻ വരാറുണ്ടെന്ന്
പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ആ, അച്ഛൻ കണ്ടിട്ടുണ്ട് അമ്പാടിയേട്ടാ. അവൾ ആവേശത്തോടെ പറഞ്ഞതും അമ്പാടി ചുണ്ട് കൂട്ടിപ്പിടിച്ചു. അത് നിന്റെ അച്ഛൻ തള്ളി മറിച്ചതാ. ഒന്നുമല്ല, എൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ചുണ്ടൊന്ന് പൊളുത്തി പെണ്ണ്. എൻ്റെ കൊച്ചെ, 10-90 വർഷം മുമ്പ് കടുവ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആളനക്കൊക്കെ വന്നപ്പോൾ അതുങ്ങൾ ഇങ്ങോട്ടൊന്നും വരില്ല. ഇതൊക്കെ അമ്പാടിയേട്ടന് എങ്ങനെ അറിയാം? ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ. ആ കാട്ടിൽ ഒരു വലിയ ഊരുണ്ട്, തേനെടുക്കാൻ വരുന്ന പിള്ളേരുടെ ഊര്. അവരുടെ കൂടെ 1-2 തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മൂപ്പൻ പറഞ്ഞതാ, പുള്ളി കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ അച്ഛൻ കള്ളം പറഞ്ഞതാണോ? മുഖമൊന്ന് കൂർപ്പിച്ചവൾ. ഓ, നാക്കൊന്ന് മടക്കി കടിച്ചമ്പാടി. എൻ്റെ പൊട്ടി, അങ്ങേർക്ക് വയസ്സ് 90 കഴിഞ്ഞു. അങ്ങരുടെ ചെറുപ്പകാലത്ത് കണ്ട കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ഇന്നലെ കണ്ടതല്ല. ശേ. പെണ്ണ് നാണത്തോടെ തലയിൽ മെല്ലെ അടിക്കുമ്പോൾ അമ്പാടി ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി. ഞാനും കിച്ചേട്ടനും കൂടി ആ ഊരിൽ കുറച്ച് ദിവസം മുൻപേ പോയി മൂപ്പനെ കാണാൻ. അമ്പാടി പറഞ്ഞതും അവൾ പുരുകുയർത്തി. അതെ, ഊരിൽ നല്ല തിരുമലുകാരുണ്ട്. സതീഷ് മാമൻ പറഞ്ഞു. നമുക്കറിയാത്ത പച്ചമരുന്നൊക്കെ ഇട്ട് അവർ തിരുമിയാൽ സുധിയേട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കും. അതുകൊണ്ട് അവരെ വിളിക്കാൻ പോയതാ. എന്നിട്ടവർ വന്നില്ലേ? മാർക്ക് പുരുകുയർത്തി. ദേഹത്ത് കത്തി വെച്ചാൽ 90 കഴിയാതെ അവർ ചികിത്സിക്കില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതും ഒന്നും മനസ്സിലാകാതെ ആ മുഖത്തേക്ക് നോക്കിയവൾ. എടി പെണ്ണേ, ഓപ്പറേഷൻ ചെയ്താലേ 90 കഴിയാതെ അവർ ചികിത്സിക്കില്ലെന്ന്. അവൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതും ചിരിയോടെ അവൾ തലകുലുക്കി. ഓ, അങ്ങനെ. അപ്പോൾ അവർ 90 കഴിഞ്ഞ് വരുമോ? സുധിയേട്ടന് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? അവളിൽ ആകാംക്ഷ നിറഞ്ഞു. ആ, പറ്റുമെന്നാ അവരുടെ പ്രായം ചെന്ന വൈദ്യൻ പറഞ്ഞത്. സുധിയേട്ടനെ കാണാതെ തന്നെ അയാൾ പറഞ്ഞ് ചികിത്സ തുടങ്ങി. 21-ൻ്റെ അന്ന് വടികുത്തിപ്പിടിച്ച് നടക്കുമെന്നൊക്കെ പറയുന്നു. അതെങ്ങനെ കാണാതെ പറഞ്ഞേ? അത് സതീഷ് മാമൻ പറഞ്ഞതാ. രോഗിയുടെ മോഷൻ എടുത്ത് അതിലെന്തോ പച്ചമരുന്നിട്ട് നോക്കുമ്പോൾ അവർക്കറിയാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ മോഷനും മൂത്രവും ഒക്കെ എടുത്തോണ്ട് പോയി. ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാൽ 90 കഴിയും. വീട്ടിലെ ചായ്പൊക്കെ ഒഴിച്ചിടണമെന്ന് പറഞ്ഞിട്ടുണ്ടാ വൈദ്യൻ. സുധിയേട്ടൻ പണ്ടത്തെ പോലെ നടന്നു തുടങ്ങിയാൽ മതിയായിരുന്നു അല്ലേ അമ്പാടിയേട്ടാ? അവൾ പതുക്കെ അവൻ്റെ കയ്യിൽ ഒന്ന് പിടിച്ചു. അതെ, പാവം സരേച്ചി എന്നും പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അത് കാണാതിരിക്കാൻ കണ്ണിന് പറ്റില്ലടി. ആ പിന്നെ, ഞങ്ങൾ കാട്ടിപ്പോയപ്പോൾ ഉണ്ടല്ലോ, ഊരിലോട്ടുള്ള വഴിയിൽ ആന നിൽക്കുന്ന കണ്ടു. അയ്യോ, എന്നിട്ട്? അവളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു. ഒന്നാമതേ കുളിയട്ടയുടെ കടിയും പാമ്പിനെ പേടിച്ചും ഒക്കെയാണ് ഞങ്ങൾ കാട് കയറുന്നത്. ആ പിള്ളേരുടെ കൂടെ പോയിട്ടുണ്ടെന്നല്ലാതെ തനിച്ചു പോകുമ്പോൾ നമുക്ക് വഴി തെറ്റും. എങ്ങോട്ട് ഓടാനാ? പക്ഷെ ആ സമയത്ത് ഈറ്റ വെട്ടാമെന്ന മൂപ്പത്തി പെണ്ണുങ്ങളാ ഞങ്ങളെ അതിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷിച്ച് വൈദ്യൻ്റെ അടുത്ത് എത്തിച്ചത്. ഇണചേരാൻ പിടിയെ നോക്കി നടക്കുന്ന കൊമ്പനാ. മണം കേട്ടാൽ അവർക്കറിയാം. അവിടെ കണ്ടെങ്കിൽ കൃത്യം 6 ദിവസങ്ങൾക്കുള്ളിൽ അത് കാടിൻ്റെ അതിർത്തിയിൽ വരുമെന്ന് പറഞ്ഞു. മനുഷ്യമണം അടിച്ച അപ്പം തട്ടിക്കളയും. എന്നിട്ട് ആന വന്നോ? അവൾ കണ്ണു മിഴിച്ചു. ആ, വന്നത് കണ്ടില്ലേ? അതുകൊണ്ടല്ലേ ഹർഷനെ കുത്തിയത്? പറഞ്ഞതും അമ്പാടി ഞെട്ടലോടെ അവളെ നോക്കി. മാർക്കോ, അപ്പോൾ കിച്ചേട്ടൻ അറിയാമായിരുന്നോ ഇന്ന് ആന ഇറങ്ങുമെന്ന്? അതുകൊണ്ടാണോ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പ്ലാൻ ചെയ്തത്, അമ്മമാരെ ഗുരുവായൂർ വിട്ടത്? അറിയാമായിരുന്നോ? അവളും കണ്ണു മിഴിച്ചു. കിച്ചേട്ടനോടാ വൈദ്യം പറഞ്ഞത് ആന ഇറങ്ങും ഉടനെ തന്നെയെന്ന്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് പിടിയെ തേടി ആന വരുന്നത്. അപകടകാരിയായിരിക്കും, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നത്. പക്ഷേ അതുപോലെ സംഭവിച്ചില്ലേ? ഹർഷനാണെന്ന് ഉറപ്പിച്ചപ്പോൾ തൊട്ടേ എന്തൊക്കെയോ കിച്ചേട്ടൻ പ്ലാൻ ചെയ്തിരുന്നു. എനിക്കത് നല്ലോണം അറിയാം. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കുട്ടിയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്പാടിയുടെ കണ്ണുകൾ 4 പാടും പായുമ്പോൾ ആ കയ്യിൽ പിടിച്ചു മാർക്കോ. അച്ഛനും അങ്ങനെ തന്നെ കിച്ചേട്ടാ. 2 ദിവസമായി
രാത്രിയിൽ ഒത്തിരി താമസിച്ചാ വീട്ടിൽ വന്നേ. ഇന്നലെ അങ്ങനെ തന്നെ. അച്ഛൻ വരാത്തോണ്ടേ ഞാനും അമ്മ ഉറങ്ങാതിരുന്നു. വന്നു കഴിഞ്ഞു പ്രസാദ് അച്ഛനെ മാറി മാറി ഫോൺ ചെയ്യുന്ന കണ്ടു. എന്നിട്ട് അമ്പാടി പുരുകുയർത്തി. എന്താ പറഞ്ഞതൊന്നും കേട്ടില്ല. കിടന്നുറങ്ങാൻ അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ഞങ്ങളോട് ദേഷ്യപ്പെട്ടു പോയി. കിടന്നോളാനും പറഞ്ഞു. അപ്പം എന്തൊക്കെയോ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ, എന്തായാലും കുറച്ച് വിഷമിച്ചാലും കാര്യങ്ങൾ ഭംഗിയായല്ലോ. എനിക്കതല്ല, അതിനിടയിൽ ആ പാവം ഡോക്ടർ വന്നു പെട്ടത്. അതോർക്കുമ്പോൾ ചിരി വരുന്നു. ആരും പോകാത്ത ആ പാറക്കുളത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു അങ്ങേർക്ക്. ഹർഷം കാരണം അയാളുടെ ബോഡിയെങ്കിലും വീട്ടുകാർക്ക് കിട്ടി. അമ്പാടി പറഞ്ഞതും അവൾ അവനെ നോക്കി. ആ പാറക്കുളത്തിൽ വീണ് മരിച്ചാൽ ബോഡി പോലും കിട്ടില്ലെന്നാ പണ്ടുള്ളവർ പറയുന്നത്. വളരെ അതിശയക്തിയോടെ ചെറുക്കൻ പറയുമ്പോൾ ചുണ്ട് കൂർപ്പിച്ചു പെണ്ണ്. കാട്ടിലെ മൂപ്പം പറഞ്ഞതായിരിക്കും. മാർക്കു ചിരിയടക്കി ചുണ്ടിൽ കൈ ചേർത്തു. അയ്യടി, അങ്ങനെ കളിയാക്കി നിസ്സാരായി തള്ളിക്കളയണ്ട. ആ പാറക്കുളത്തിനടിയിലേക്ക് വലിയ ആഴമാണെന്നാ മൂപ്പൻ, അല്ല കാട്ടിലെ പിള്ളേർ പറഞ്ഞത്. അപ്പം മൂപ്പൻ്റെ പുറകെ നടന്ന് കാട് മൊത്തം പഠിച്ചു അമ്പാടിയേട്ടൻ. അവളൊന്ന് ചിരിച്ചതും അമ്പാടിയും മെല്ലെ ചിരിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മൂപ്പൻ തന്നെ പറഞ്ഞു തന്ന കഥയാ. സത്യമാണോന്നറിയില്ല. കിച്ചേട്ടൻ കാടിനെക്കുറിച്ച് ഓരോ സംശയങ്ങൾ കുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് ഇതും പറഞ്ഞത്. എന്താ പറഞ്ഞത്? മാർക്കു ആവേശത്തോടെ അമ്പാടിയെ നോക്കി. ദോ അത് കണ്ടോ, ആ വലിയ പാറ? അവൻ അക്കരക്കാട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന പാറയിലേക്ക് കൈ ചൂണ്ടി. മാർക്കുവിൻ്റെ കണ്ണും അങ്ങോട്ട് നീണ്ടു. ആ പാറയുടെ മൂന്നാമത്തെ പാറയിലാണ് ഈ കുളമുള്ളത്. അത് കുളമല്ല, കിണറാണെന്നാ മൂപ്പൻ പറഞ്ഞേ. കിണറോ? കണ്ണൊന്ന് തള്ളി പെണ്ണ്. കുളം പോലെ തോന്നുന്ന കിണർ. പണ്ട് പഞ്ചപാണ്ഡവർ വനവാസകാലത്തെ നമ്മുടെ ഈ നാട്ടിൽ വന്നെന്നും ആ സമയത്ത് ഇവിടെ ഒരു കുഞ്ഞരുവി മാത്രമായിരുന്നു. അതിലെ വെള്ളമാണെങ്കിൽ ഏതോ രാക്ഷസൻ തടഞ്ഞു വെച്ചു. അന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് ഇതുപോലെ ഊരിലെ ആദിവാസികൾക്കും വെള്ളം കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയമായിരുന്നു. ആ സമയം പാണ്ഡവരിലെ രണ്ടാമൻ ഭീമൻ തൻ്റെ ഗദ കൊണ്ട് രാക്ഷസനെ കൊന്നു. അവൻ്റെ തല ആ പാറപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ തലവീണ ശക്തിയിൽ അവിടെ ഒരു കുഴി രൂപം കൊണ്ടു. അതുകൊണ്ടാ പാറയ്ക്ക് തലക്കുളം പാറ എന്ന് പേര് വന്നത്. ആണോ? അമ്പാടി പറഞ്ഞതും മാർക്കു അതിശയത്തോടെ അവനെ നോക്കി. അതെ, പക്ഷേ ആ രാക്ഷസൻ ചത്തിട്ടും വെള്ളത്തിൻ്റെ ക്ഷാമം തീർന്നില്ല. അരുവി വറ്റി വരേണ്ട തന്നെയിരുന്നു. ഉറവ എവിടുന്നാണ് ആ രാക്ഷസന് മാത്രമേ അറിയൂ. അയാളൊട്ട് ചത്തും പോയില്ലേ. പിന്നെന്ത് ചെയ്തു? ആകാംക്ഷയോടെ കണ്ണു മിഴിച്ചു മാർക്കു. പിന്നെ പാണ്ഡവർ കൃഷ്ണനെ തപസ് ചെയ്തു വരുത്തി. അപ്പോൾ കൃഷ്ണനാ പറഞ്ഞേ രാക്ഷസൻ്റെ തലവീണ ഭാഗത്ത് ഉറവയുണ്ടെന്ന്. അത് അവൻ്റെ രക്തം കലർന്ന ഉറവയാണ്. അതൊരിക്കലും പറ്റില്ല. അങ്ങനെ പാണ്ഡവർ ആ തലവീണ ഭാഗത്ത് താഴേക്ക് കുഴിച്ച് വലിയ കിണർ പോലെയാക്കി. അത് തുരന്നു വരുന്നത് ഈ പുഴയുടെ, അല്ല അന്നത്തെ ആ കുഞ്ഞരുവിയിലേക്കാണ്. അങ്ങനെ തുരന്നു വന്നതും വെള്ളം ശക്തിയിൽ അരുവിയിലേക്ക് വരാൻ തുടങ്ങി. അതിനെ തടഞ്ഞില്ലെങ്കിൽ കാട് മുഴുവൻ വെള്ളം കയറി നശിക്കും. അറിയാവുന്നതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞതു പ്രകാരം ഭീമൻ തൻ്റെ വലിയ ഗദയും കൊണ്ട് അരുവി ഒഴുകുന്ന ഭാഗം അത്രയും വലിയ പുഴയാക്കി. അതോടെ ആ പാറയിൽ നിന്നും വരുന്ന ശക്തിയിലുള്ള വെള്ളത്തെ ഉൾക്കൊള്ളാൻ അരുവി ഒരു നദിയായി രൂപപ്പെട്ടു. പിന്നെ പാണ്ഡവർ തപസ് ചെയ്ത് കൃഷ്ണനെ വരുത്തി. ആ സ്ഥലമാണ് നമ്മുടെ കണ്ണിൻ്റെ കോവിൽ. ഈ പുഴയിലെ ഉറവ തന്നെയാണ് അവിടുത്തെ കുളത്തിലും. അതിൽ പാഞ്ചാലിയാണ് ആദ്യം മുങ്ങിക്കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചത്. പുറകെ ഊരിലെ പെണ്ണുങ്ങളും നാട്ടിലെ പെണ്ണുങ്ങളും മുങ്ങി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചെന്നും അത് കെടാതിരുന്നപ്പോൾ അവരുടെ എല്ലാ ആഗ്രഹം സാധിച്ചു കൊടുത്തു കണ്ണൻ. ആ ചടങ്ങാ നമ്മളിന്ന് ആഘോഷിക്കുന്നത്. അമ്പാടി ചിരിയോടെ പറയുമ്പോൾ മാർക്കു കണ്ണു മിഴിച്ചു. ഇത്രയും കഥകൾ ഇതിന് പിന്നിലുണ്ടോ അമ്പാടിയേട്ട? ആ, പഴയ ആൾക്കാർക്ക് കുറച്ചൊക്കെ അറിയാം. പിന്നെ ഊരിലെ ആൾക്കാർക്ക് ഇതൊക്കെയാണ് വിശ്വാസവും
സംഭവം കുറെ കെട്ടുകഥയാണെങ്കിലും ആ കുളം അതൊരു വല്ലാത്ത കുളമാണ്. പുറമേ നിന്ന് വലിയ ആഴം തോന്നില്ല, എങ്കിലും അകത്തോട്ട് ചുഴിയാണ്. പാറയുടെ അടിയിലേക്ക് അത് കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു വരില്ല. അടിയിൽ വലിയ കുഴികളുണ്ട്, അതിൽ പെട്ടുപോകും. പിന്നെ ആ ഡോക്ടർ എങ്ങനെ വന്നു? മാർക്ക് ചോദിക്കുമ്പോൾ അമ്പാടി നഖം കടിച്ചു. അതാ ഞാനും ആലോചിക്കുന്നേ. ചിലപ്പോൾ ആരെങ്കിലും തല്ലിക്കൊന്നിട്ടതാണോ? ഈ കുളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആരോ ആണത്. അതാ മുങ്ങിപ്പോകാതിരുന്നത്. നഖം തുപ്പിക്കൊണ്ട് അവൻ പറയുമ്പോൾ മാർക്ക് ഒന്ന് ചിരിച്ചു. എങ്കിലത് കിച്ചേട്ടനായിരിക്കും. ആ കുളത്തെക്കുറിച്ച് കിച്ചേട്ടനല്ലേ നല്ലപോലെ അറിയുന്നേ. പോടി അവിടുന്ന്. കിച്ചേട്ടന് അങ്ങനെ അറിയത്തുകൂടിയില്ല. പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വാച്ചിലേക്ക് നോക്കി. വാ, സമയം പോയി. നിങ്ങളെ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് അവരുടെ കൂടെ പോകാൻ. പറഞ്ഞുകൊണ്ട് അമ്പാടി കൈ നീട്ടുമ്പോൾ ആ കയ്യിൽ പിടിച്ച് പതുക്കെ എഴുന്നേറ്റവൾ. അവൻ്റെ കൈയും പിടിച്ച് മുൻപിലെ ആദ്യപടി കയറാനായി തുനിഞ്ഞതും മനസ്സിന് ഒത്തുവഴങ്ങാത്ത കാൽ നിശ്ചലമായി തന്നെ നിന്നു. എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല അമ്പാടിയേട്ട. ഇത്രയും ദൂരം കാല് പൊങ്ങൂല. ദയനീയമായി അവനെ നോക്കിയതും അവളുടെ വിരലുകളിൽ മുറുകെ പിടിച്ചവൻ മെല്ലെ ചിരിച്ചു. തുടരും.